ഇടുക്കി ജില്ലയിൽ മകരവിളക്ക് ദർശിച്ച ആയിരങ്ങൾ. തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നതിനാൽ ഭക്തർക്ക് മകരജ്യോതി ദർശനം ഇത്തവണ സുഗമമായി. കർശന സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. ജില്ലയിൽ മകരവിളക്ക് ദർശന കേന്ദ്രങ്ങളായ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലായി 10,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ മകരവിളക്ക് ദർശനത്തിനെത്തിയത്. പുല്ലുമേട് മാത്രം 6,525 പേർ മകരവിളക്ക് ദർശനത്തിനെത്തി. സന്നിധാനം, സത്രം, വള്ളക്കടവ് വഴികളിലൂടെയാണ് പുല്ലുമേട്ടിലേക്ക് തീർത്ഥാടകരെത്തിയത്. ഉച്ചയോടെ ഭക്തർ പുല്ലുമേട്ടിലെത്തി മണിക്കൂറുകളോളം മകരവിളക്ക് ദർശനത്തിനായി കാത്തിരുന്നു. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 6:44 മകരവിളക്ക് തെളിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ എത്രയും മനോഹരമായിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് പൊന്നമ്പലമേട്ടിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ജ്യോതി കാണാൻ കഴിഞ്ഞിരുന്നു. 3 ஜோதி அருமையா தெரிஞ்சு, வேற லெவல்ல தெரிஞ்சு. சாமி பொள்ளாச்சில வந்திருக்கோம், சிங்காரில இருந்து வந்திருக்கோம். எல்லாம் நம்ம നല്ല സന്തോഷമായി. ഇതേപോലെ ഭാഗ്യം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല വില കിട്ടി. ഇത് ആദ്യത്തെ വരവാണ്. നല്ല വില നമ്മൾ ആദ്യമായിട്ട് വരെയാണ്. നല്ല രീതിയിൽ കാണാൻ ദൈവം സഹായിച്ചു. ഇന്നലെ രാത്രി ഇറങ്ങിയതാണ്. വളരെ സാഹസികമായി ഇവിടെ എത്തി കണ്ടു. നല്ല രീതിക്ക് நல்ல தரிசனம், சிறப்பான தரிசனம் சாமி. நான் 29 வருஷம் வர சாமி பாக்குறதுக்கு ஜோதி தரிசனம் சிறப்பா இருந்தது. நல்ல சிறப்பு சாமி. பொங்கலையும் விட்டுட்டு இங்க ஜோதி பார்க்க வந்திருந்தோம் சாமி. நல்ல சிறப்பான முறையில எல்லாரோட ஒத்துழைப்பால நல்ல சிறப்பான முறையில சாமി பார்த்துருந்தோம். ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മകരവിളക്ക് ദർശനത്തിനായി ജില്ലാ ഭരണകൂടം ഒരുക്കിയത്. 8 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 1200 പോലീസുകാരെ വിന്യസിപ്പിച്ചിരുന്നു. എറണാകുളം റേഞ്ച് DIG, ഇടുക്കി SP, ജില്ലാ കളക്ടർ എന്നിവർ പുൽമേട്ടിൽ നേരിട്ടെത്തി ക്രമീകരണങ്ങൾ നടത്തി. കോഴിക്കാനം മുതൽ വണ്ടിപ്പെരിയാർ വരെ KSRTC 40 പ്രത്യേക സർവീസുകളും ഭക്തർക്കായി ഒരുക്കി. തമിഴ്നാട്ടിൽ പൊങ്കൽ ഉത്സവമായിരുന്നിട്ടുകൂടിയും തമിഴ്നാട് സ്വദേശികളായ നിരവധി ഭക്തർ പുല്ലുമേട്ടിലേക്കും മറ്റും ഒഴുകിയെത്തി. പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് ദർശിച്ച് സായുജ്യമടഞ്ഞ് മടങ്ങിയവർ നിരവധിയാണ്. പരുന്തുംപാറയിലും പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ ഒഴുകിയെത്തി. മകരവിളക്കിന് ശേഷം സന്നിധാനത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതെ കനത്ത സുരക്ഷയുമാണ് പോലീസ് ഒരുക്കിയത്. MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.